Hi friends, welcome to Humta Graphics. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ആഫ്റ്റർ എഫക്ട് ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള റെയിൻ എഫക്റ്റും അതുപോലെ സ്നോ എഫക്റ്റും എങ്ങനെ നമ്മുടെ വീഡിയോയിലോട്ട് ക്രിയേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം അതേപറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്ന് തന്നെ മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ കണ്ട ആ ഒരു റെയിൻ എഫക്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ നമ്മൾ ഇതുപോലെ നമ്മുടെ ആഫ്റ്റർ എഫക്റ്റിലോട്ട് ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ എഫക്റ്റ് ആൻഡ് പ്രീസെറ്റ് ഉണ്ടല്ലോ. ഇനി നിങ്ങൾക്ക് ആ ഒരു എഫക്റ്റ് ആൻഡ് പ്രീസെറ്റ് കണ്ടില്ല എന്നുണ്ടെങ്കിൽ വിൻഡോയ്ക്കകത്ത് ഇവിടെ എഫക്റ്റ് ആൻഡ് പ്രീസെറ്റ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ Ctrl+5 ആണ് അതിന്റെ ഷോർട്ട് കട്ട്. Ctrl+5 കൊടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് എഫക്റ്റ് ആൻഡ് പ്രീസെറ്റ് ഇവിടെ ഓപ്പൺ ആവുന്നതായിരിക്കും. ഇവിടെ നമ്മൾ റെയിൻ എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടി സെർച്ച് ചെയ്യേണ്ടത് റെയിൻഫോൾ ആണെന്നാണ്. CC റെയിൻഫോൾ എന്നാണ് ആ ഒരു എഫക്റ്റിന്റെ പേര്. സിമുലേഷൻ എന്നതിനകത്തുണ്ട്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് നമ്മുടെ വീഡിയോയിലോട്ട് കൊണ്ടുവന്നിട്ടാൽ മതി. ഓക്കെ, ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പൊ ചെറിയ ഒരു റെയിൻ എഫക്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ? ഓക്കെ, കണ്ട ചെറിയ രീതിയിലുള്ള ഒരു മഴ നമുക്കിപ്പോ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പം ഇത് നിങ്ങൾക്ക് ആ ഒരു റെയിൻ്റെ ഇന്റൻസിറ്റി കൂട്ടാനും കുറയ്ക്കാനും എല്ലാം സാധിക്കുന്നതാണ്. ഇവിടെ നോക്കാന്നുണ്ടെങ്കിൽ ഡ്രോപ്സിന്റെ എണ്ണം അതുപോലെ സൈസ്, ആ ഡ്രോപ്പിന്റെ സൈസ് ഒക്കെ നമുക്ക് എത്രത്തോളം വേണമെന്ന് കൂട്ടാം. ഒന്ന് കൂട്ടി കൊടുക്കണമെങ്കിൽ കൂട്ടി കൊടുക്കാം. അതുപോലെ സ്പീഡ്, ആ ഒരു റെയിൻ്റെ സ്പീഡ് എത്രത്തോളം വേണമെന്നുള്ളതും അതുപോലെ വിൻഡ് എത്രത്തോളം ഒക്കെ വേണമെന്നുള്ളത് നമുക്ക് കൊടുക്കാം. പിന്നീട് വേരിയേഷൻ, വിൻഡിന്റെ വേരിയേഷൻ കൊടുക്കാം. പിന്നെ സ്പ്രെഡ് എത്രത്തോളം സ്പ്രെഡ് ചെയ്ത് വരണം എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ ആ ഒരു റെയിൻ്റെ കളർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അതുപോലെ ഒപ്പാസിറ്റി ഇവിടെ 25 ആണ് കിടക്കുന്നത്, നമുക്ക് കൂട്ടി കൊടുക്കാം. കൂട്ടി കൊടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു എഫക്റ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. റെയിൻ എഫക്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അല്ലേ? ഓക്കെ, അപ്പൊ അത്തരത്തിൽ നിങ്ങൾക്ക് എത്രത്തോളം മഴ വേണം എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ഇത് സെറ്റ് ചെയ്യാം. ഇപ്പം നല്ല മഴ വേണമെന്നുണ്ടെങ്കിൽ ഒപ്പാസിറ്റി കൂട്ടി കുറയാം. അതിന് ചെറിയ കുഞ്ഞു മഴ മതി എന്നുണ്ടെങ്കിൽ ഒപ്പാസിറ്റി ഇങ്ങനെ കുറച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതേപോലെ ഇവിടെ നോക്കാന്നുണ്ടെങ്കിൽ കമ്പോസിറ്റ് വിത്ത് ഒറിജിനൽ എന്നതുണ്ട്. അപ്പൊ അത് ഇവിടെ ഓഫ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ റെയിൻ എഫക്റ്റിനെ മാത്രം ഇതുപോലെ എടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇത് ഓൺ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു വീഡിയോ വിത്ത് നമ്മുടെ റെയിൻ എഫക്റ്റിനെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ മഴയെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ നമുക്ക് വേണ്ട രീതിയിൽ നമ്മുടെ മഴയൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വേറെ സിമ്പിൾ ആണ്. ആ ഒരു എഫക്റ്റ് പിടിച്ച് നമ്മുടെ ആ ഒരു വീഡിയോയിലോട്ട് ഇട്ടാൽ മാത്രം മതി, നമുക്ക് റെയിൻ ഇവിടെ റെഡി ആയിരിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു സ്നോ എഫക്റ്റ് എങ്ങനെ നമ്മുടെ വീഡിയോയിലോട്ട് കൊണ്ടുവരാം എന്ന് നോക്കാം. അപ്പൊ അതിന് പറ്റിയ ഒരു വിഷ്വലി ഞാൻ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എഫക്റ്റിനകത്ത് കയറിയിട്ട് സ്നോ എന്ന് സെർച്ച് ചെയ്യാം. അപ്പൊ ഇവിടെ CC സ്നോഫോൾ എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ഉണ്ട് സിമുലേഷനകത്ത്. അപ്പൊ അത് നമ്മൾ ഇങ്ങനെ പിടിച്ച് ഡ്രാഗ് ചെയ്ത് അങ്ങ് ഡ്രോപ്പ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് സ്നോ എഫക്റ്റ് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. സൂം ചെയ്ത് നോക്കുമ്പോൾ അവിടെ നമുക്ക് ചെറിയൊരു സ്നോ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി ആ സ്നോയുടെ ഇന്റൻസിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് കൂട്ടാം. അതുപോലെ സൈസ് കൂട്ടാന്നുണ്ടെങ്കിൽ ആ സ്നോയുടെ സൈസ് നമുക്ക് കൂട്ടിയെടുക്കാം. അതുപോലെ അതിന്റെ സ്പീഡ് എത്രത്തോളം വേണമെന്നും അതുപോലെ നമുക്ക് അതിന്റെ ഒപ്പാസിറ്റി ഒന്ന് കൂട്ടി വെക്കാം. ഒപ്പാസിറ്റി കൂട്ടുമ്പോൾ തന്നെ നല്ല രീതിയിൽ നമുക്ക് ആ ഒരു സ്നോ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഈ കമ്പോസിറ്റ് വിത്ത് ഒറിജിനൽ എന്നത് ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എഫക്റ്റ് കാണാൻ സാധിക്കും. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു വീഡിയോ നമുക്ക് ഹൈഡ് ചെയ്ത് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ നമുക്ക് സ്നോ നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വേണമെങ്കിൽ വരുത്തി നമുക്ക് നമ്മുടെ സ്നോയെ ഒന്നും കൂടെ അടിപൊളിയാക്കി എടുക്കാം. അതിന്റെ സ്പീഡ് കൂട്ടണമെങ്കിൽ കൂട്ടാം. നല്ല അടിപൊളിയായിട്ട് കൂട്ടി വരണമെങ്കിൽ കൂട്ടി കൊടുക്കാം. കുറഞ്ഞ സ്പീഡ് മതിയെങ്കിൽ കുറച്ച് രീതിയിലാക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. അതുപോലെ വേരിയേഷന്, വിൻഡ്, വൈബ്രേഷൻ, വേരിയേഷൻ, സൈസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് കൂട്ടിയൊക്കെ കൊടുത്തൊന്ന് റെഡിയാക്കി എടുക്കുക എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു സ്നോ ഇവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ ഓക്കെ, അപ്പൊ സിമ്പിൾ അല്ലേ? ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് സ്നോ ഒക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ ഈസി ആയിട്ട് സാധിക്കുന്നതാണ്. ഇനി വേറെ വീഡിയോ ഒന്നും തപ്പി നടന്ന് നിങ്ങൾ സമയം കളയണ്ട. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു സ്നോയുടെ എഫക്റ്റ് ഒക്കെ കൊണ്ടുവരണമെങ്കിൽ അതുപോലെ റെയിൻ്റെ എഫക്റ്റ് ഒക്കെ കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ ആഫ്റ്റർ എഫക്റ്റ് തന്നെ നമുക്ക് അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈസി ആയിട്ട് ഇതെല്ലാം ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ
ഈ ഒരു സംഭവം നിങ്ങൾ ഇതുവരെ ചെയ്തു നോക്കിയിട്ടില്ലെങ്കിൽ ചെയ്തു നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു എഫക്റ്റ് ഒക്കെ എപ്പോഴെങ്കിലും ആഡ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇനി മുതൽ അതൊക്കെ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അതുപോലെ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പൊ ഇത്തരത്തിലുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.